ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിതഗൃഹം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി മാലയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ 4 ഹോളില്ലേ, അതായത് ഇതാണ് 4 ഹോൾ. ഉണ്ട് 4 ഹോൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിങ്ങനെ ഇരിക്കും 4 വശം. ഉണ്ട് ഇവിടെ ഒരു ഹോളുണ്ട്, അതിൻ്റെ ഇപ്പുറവും ഒരു ഹോളുണ്ട്. ഉണ്ട് പിന്നെ ഇതിങ്ങനെ പിടിക്കുമ്പോൾ അതെ ഇവിടെയും ഹോളുണ്ട്, ഇവിടെയും ഹോളുണ്ട്. അത് ഇതിലേക്കൂടി ഇങ്ങനെ ഹോളുള്ളത് കേട്ടോ. അപ്പോൾ ഈ 4 ഹോൾ വെച്ച് നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച കുങ്കുരു, നമ്മൾ കുറച്ച് കുങ്കുരു ഉണ്ടാക്കി വെച്ചായിരുന്നു. വെള്ളമുത്ത് മേടിച്ചിട്ട് ഇതേപോലത്തെ പൊടിമുത്ത് വാങ്ങിച്ചിട്ട് അതിൽ നമ്മൾ ഫ്യൂസ് ട്യൂബ് വെച്ച് നമ്മൾ കുങ്കുരു ഉണ്ടാക്കിയായിരുന്നു. ആ കുങ്കുരുവും പിന്നെ സ്പ്രിങ് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത്, ഇതേപോലെ സ്പ്രിങ് കട്ട് ചെയ്തെടുത്ത് ഈ സ്പ്രിങ് ഈ സ്പ്രിങ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു മാല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ചില ഈ 4 ഹോൾസിനൊക്കെ ചിലതിന് നമുക്ക് ഹോൾ ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ അകത്ത് പെറുക്കിയിട്ടേക്കണം. ഇതിൻ്റെ അകത്ത് ഇതേ കണ്ട ഇതിലേ കൂടെ ഒരു ഹോള് ഉണ്ട്, ഇതിലേ കൂടെ ഉണ്ട്. ഇവിടെ ഒരു ഹോള് കണ്ട. അതേപോലെ ചിലതിന് ഉണ്ടാവില്ല. അപ്പം നമ്മൾ അത് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അത് നോക്കണം, ഹോൾ ഉണ്ടാകുന്ന കാണണ്ട ഹോള് ഉണ്ട്. അപ്പം അതുണ്ടോയെന്ന് നമ്മൾ നോക്കണം. നോക്കിയിട്ട് വേണം, എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇവിടെ 4 ഹോൾ നമ്മുടെ ഈ റിങ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ഈ സ്പാൻഡറിൽ പ്ലെയർ ഇങ്ങനെ ഇതിൽ പിടിക്കുക. എന്നിട്ട് ഓരോ ഇതെടുത്തിട്ട് ഇങ്ങനെ ഒരു 5 എണ്ണം കോർത്തെടുക്കുക. ഇതേപോലെ 5 എണ്ണം കോർത്തെടുത്തിടുക. ഇപ്പോൾ 3ആയി. നമുക്ക് ഇങ്ങനത്തെ മാല ഉണ്ടാക്കിയാൽ നമ്മുടെ ഓണം വരുന്നതാണല്ലോ. അപ്പം നമുക്ക് ഓണത്തിന് നമുക്ക് സെറ്റ് സാരി ബ്ലൗസിൻ്റെ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളറിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇത് ഇങ്ങനെ 5 എണ്ണം കോർത്ത് 5 എണ്ണം കോർത്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു 4 ഹോൾ എടുത്ത് എന്നിട്ട് ഇതിലേ ഇങ്ങനെ കോർത്ത് ഇത്രയും കൂടെ ഒന്ന് വെച്ചാൽ ഇത് ഈ 4 ഹോളിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കണ്ട ഇത് കയറി. ഇനി ഇതിങ്ങനെ അടുപ്പിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മുകളിലും ഇങ്ങനെ അമർത്തുക, ഇവിടെയും ഇങ്ങനെ അമർത്തുക. ഓക്കെ ആയില്ലേ? എന്നിട്ട് ഇതിങ്ങനെ വയ്ക്കാം. ഇനിയും ഇതേപോലെ തന്നെ ഒരെണ്ണം ഇത് കോർത്തെടുത്തിട്ട് നമുക്ക് 5 എണ്ണം കോർത്തെടുക്കാം. കോർത്തെടുത്തതിന് ശേഷം നമുക്ക് ആ 4 ഹോളില്ലേ, ആ 4 ഹോളിൻ്റെ എതിർവശം ഒരു കുരിശ് പോലെയാണ് അത് ഉള്ളത്. അതിൻ്റെ മറുഭാഗം ചില ഹോളൊക്കെ ഭയങ്കര ഇത് കയറണില്ല. നമ്മൾ ഇതുണ്ടാക്കി വെച്ചില്ലേ, ഇതിൻ്റെ ഈ വശത്ത് നമ്മൾ ഇട്ട് റെഡിയാക്കി. ഇനി ഈ വശത്ത് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇത് രണ്ടും കൂടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇത്തിരി അടുക്കാനുണ്ട്.
ഒന്ന് അടുപ്പിച്ചിട്ട് വേണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം മുകളിൽ നമ്മളൊന്നും കൂടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലേ, അല്ലെങ്കിൽ ഈ ഗ്യാപ്പിൽ കൂടെ നമ്മുടെ ഈ കുങ്കുരു ഊരിപ്പോരും. കണ്ട, ഇതിപ്പോൾ ഇങ്ങനെ റെഡിയായി. ഇനി ഇതേപോലെ തന്നെ ഓരോന്ന് ഇട്ട് റെഡിയാക്കണം. നമ്മൾ ഒരു 4 ഹോളിൻ്റെ ഒരു വശത്ത് നമ്മളിതിങ്ങനെ കോർത്ത് അതിൻ്റെ നേരെ എതിർവശത്ത് ഒരു റിങ്ങിട്ട് ഒരു 4 ഹോളും കൂടെ കോർത്തെടുത്ത് കണ്ട 4 ഹോൾ കോർത്തെടുത്തിട്ട് ഇത് രണ്ടും നമുക്ക് അടുപ്പിക്കാൻ വേണ്ടി അടുപ്പിച്ചതിന് ശേഷം നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അത് എൻ്റെ വിടവിൽ കൂടെ അത് വിട്ടുപോലും. ഇനിയും നമുക്ക് അപ്പോൾ ഇങ്ങനെ നീളത്തിലായില്ലേ, ഇനി നമുക്ക് ഒരു റിങ്ങും കൂടി എടുക്കാം. ഒരു റിങ്ങെടുത്ത് ഹോളിൽ കൂടെ ഇങ്ങനെ കോർത്ത് ഇതിലേക്ക് കൂടെ ഇങ്ങനെ ഇട്ട് ഈ 4 ഹോളിൽ കൂടെ ഒന്ന് നോക്കി വെക്കട്ടെ കേട്ടോ, ഹോളുണ്ടെന്ന്. ഇതൊക്കെ നേരത്തെ നോക്കി വെക്കണം. കോർത്ത് ഇതിങ്ങനെ അടുപ്പിക്കണം. ഇത്തിരി അകന്നാണ് നിൽക്കുന്നത്. ഇങ്ങനെ അടുപ്പിച്ചതിന് ശേഷം ഉണ്ട് ഒന്ന് പ്രസ് ചെയ്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. കണ്ട, ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കോർത്തെടുക്കുക. ഇങ്ങനെ നീളത്തിൽ കോർത്ത് വരുമ്പോൾ നമുക്ക് അതിന് ശേഷം കണ്ട, ഞാനിവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണുണ്ട്. ഇതിങ്ങനെ നീളത്തിൽ പോകും. ഇവിടെ കാണാൻ പറ്റുമല്ലോ അല്ലേ, ഈ 4 ഹോള് ഈ സംഗതി നമ്മൾ ഇങ്ങനെ ഓരോ റിങ് വെച്ച് കോർത്ത് ഇങ്ങനെ പോകും. അതിന് ശേഷം നമുക്ക് ഈ കുങ്കുരു ഇതേപോലെ കോർത്തെടുത്തതിന് ശേഷം നമുക്ക് കണ്ട, ഇതിൻ്റെ അറ്റത്ത് ഇവിടെ ഒരെണ്ണം ചേർക്കാനുണ്ട്. ഇവിടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കൂടെ അടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് അടുപ്പിക്കുക. എന്നിട്ട് മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക. രണ്ടും കൂടെ അടുപ്പിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുക. അല്ലേ, ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ നമുക്ക് എത്രയാണ് നമുക്ക് വേണ്ട നീളം, ഒരു നെക്ലസ്സിന് എത്രയാണ് നമുക്ക് വേണ്ടത് ആ നീളത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇത് റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കുങ്കുരു മേടിക്കാനും കിട്ടും, നമുക്ക് ഉണ്ടാക്കിയും എടുക്കാം. നമ്മൾ ഉണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. പിന്നെ ഇതേപോലത്തെ 4 ഹോള്, പിന്നെ 2 ഹോളിൻ്റെയും ഉണ്ട്. ഇതുണ്ടാവില്ല, ഈ രണ്ട് കണ്ട, ഇത് ഈ 2 സൈഡിലും ഉള്ളതില്ല. അത് എൻ്റെ അടുത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ ഈ 2 ഹോൾ കൊണ്ട് ഒരു മാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വർഷങ്ങൾക്ക് മുൻപാണ്.
2012 ആ സമയത്തൊക്കെയാണ് ഞാൻ എക്സിബിഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് സൈഡിലെയും ഇല്ലാണ്ട് ഇത് മാത്രമായിട്ടുള്ളത്, ഇവിടെയും ഇവിടെയും മാത്രം ഹോളുള്ളത്, അങ്ങനത്തത് കൊണ്ട് മാല ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ 4 ഹോള് നമ്മൾ പറഞ്ഞ് മേടിക്കണത്, എന്നിട്ട് ഇതേപോലെ മാല ഉണ്ടാക്കുക. എന്നിട്ട് ലാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ എന്ത് രസമാണ് കാണാനായിട്ട്, ഇല്ലേ? നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ കഴുത്തിൽ. ഇനിയിപ്പോൾ നമ്മളുടെ ഡ്രസ്സിനനുസരിച്ച് ഈ ഇത് ഇപ്പം പച്ചയാണെന്നുണ്ടെങ്കിൽ ഈ മുട്ട് ഇവിടെ പച്ച ഉള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് ഈ കുങ്കുരു പച്ച ചേർക്കാം. പിന്നെ ഇപ്പോൾ ചിലവർക്ക് ഇവിടെ കുങ്കുരു മിക്സഡ് ചേർക്കണമെന്നുണ്ടെങ്കിൽ മിക്സഡ് ചേർക്കാം, ബ്ലാക്ക് ചേർക്കണമെങ്കിൽ ബ്ലാക്ക് ചേർക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചേർത്തെടുക്കാം. നന്നായിരിക്കും. നല്ല നമ്മുടെ ഈ അഭിരുചിക്ക് ഇഷ്ടം ഇണങ്ങുന്ന വിധത്തിൽ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഇതാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ മാല ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഇവിടെ ഒരു ഇതേപോലത്തെ ഒരു കുങ്കുരുവും കൂടെ ഇതുമേലിടേണ്ടതായിട്ടുണ്ട്. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു 2 വട്ടക്കണ്ണി വെച്ചിട്ടുണ്ട്. ഇനി അതുമേൽ നമുക്ക് മറ്റേ ബാക്കിലേക്കിട്ടുള്ള സംഭവം നമുക്ക് കുഞ്ചലം ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിന് 2 കമ്മലുണ്ടാക്കിയിട്ടുണ്ട്, അത് എടുക്കാൻ മറന്നുപോയി. ഇതിൻ്റെ തന്നെ ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയേക്കണേണത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ വട്ടക്കണ്ണിയിലേക്ക് നമുക്ക് ഈ കുങ്കുരു ഒരു 5 എണ്ണം കോർത്തെടുക്കാം. നമുക്ക് 5 എണ്ണം. നമ്മൾ പ്ലെയർ നന്നായിട്ട് ബലത്തിൽ പിടിച്ചില്ലെങ്കിൽ കോർക്കണതിൻ്റെ ഇടയിൽ ഇത് ഉണ്ട് 3ആയി. അഞ്ച്. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ അടുപ്പിച്ച് കൊടുക്കാം ഫസ്റ്റത്തത്. അപ്പോൾ ഈ ഗ്യാപ്പിൽ കൂടെ നമുക്ക് ഈ മുത്ത് പോകരുത്. അപ്പോൾ അതിന് പറ്റിയതുപോലെ നമ്മൾ ഇതിങ്ങനെ അടുപ്പിച്ചിതാക്കി കൊടുക്കണം. ഉണ്ട്. ഇനി വേറൊരു ഒരെണ്ണത്തിൽ നമ്മളിതേപോലെ 2 കുങ്കുരു കോർക്കുക. 2 എണ്ണം കോർത്തതിന് ശേഷം ഇത് കോർക്കുക. അതിന് ശേഷം ഒരെണ്ണത്തിൽ 5 എണ്ണമാണ് ഞാൻ പറഞ്ഞേക്കണത്. ആദ്യം 2 എണ്ണം കോർത്ത് അതിന് ശേഷം ഇതിട്ട് അതിന് ശേഷം ഒരു 3 എണ്ണം, ബാക്കിയുള്ള 3 എണ്ണം ഇടണം. 2 എണ്ണം ആയിട്ടുള്ളൂ. ഇപ്പം 2, 3. എന്നിട്ട് നമുക്കിതിങ്ങനെ അടുപ്പിക്കാം. ഉണ്ടോ? അടുപ്പിച്ചേ. ഇനി നമുക്ക് ഒരെണ്ണം കൂടി എടുത്ത് ഇതേപോലെ എടുക്കുക. ഒരു 2 എണ്ണം കോർക്കണം. 2 എണ്ണം കോർത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഇത് 2 ഇത് കോർത്ത് വെച്ചിട്ടില്ലേ, അതുമേൽ നമ്മൾ ഇത് കോർക്കുക. ഉണ്ട്. കോർത്തതിന് ശേഷം പിന്നെ 2 എണ്ണം കോർക്കുക. 2 എണ്ണം അല്ല, 3 എണ്ണം. 2 എണ്ണം കോർത്തിട്ടുണ്ടല്ലോ ആദ്യം. എന്നിട്ട് ഇതിങ്ങനെ അടുപ്പിച്ച് കൊടുക്കുക.
നമ്മുടെ ഈ ഗുങ്കുരു ഇതിൻ്റെ ഇടയിൽ കൂടെ പോരാൻ പാടില്ല. ആ വെള്ള ഗുങ്കുരു ഇനി ഇതിവിടെ വയ്ക്കുക. എന്നിട്ട് വേറൊരു വട്ടക്കണ്ണി എടുത്തിട്ട് ഒരെണ്ണം രണ്ടെണ്ണം കോർത്ത് ഇത് കോർക്കുക. അതിനുശേഷം ഇത് കോർത്ത് പിന്നെ ഇത് കോർത്ത് രണ്ടെണ്ണമായി മൂന്നെണ്ണം അടുപ്പിച്ച് വെച്ചു. ഇതേപോലത്തെ ഒരെണ്ണവും കൂടെ നമ്മളിങ്ങനെ അങ്ങനെ കോർത്തെടുത്തതാണ്. അങ്ങനെ കോർത്തെടുത്തുണ്ടാക്കിയ കമ്മലാണിത്. ഇനി ഇത്രയും നീളം, ഇത് ഇപ്പം 4 കോർത്തിട്ടുള്ളൂ. ഇനി ഒരെണ്ണവും കൂടെ ഒരു വട്ടക്കണ്ടിയിൽ ഒന്നും കൂടി ചേർത്ത് ഒരെണ്ണം കൂടി കോർത്ത് ഇതേപോലെ തന്നെ ഈ കൊളുത്തിൽ ഇതിൻ്റെ കൊളുത്ത് ഇങ്ങനെ അകത്തിയിട്ട് ഇതിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ട കമ്മലായി. ഇത് ഞാൻ നേരത്തെ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു കമ്മലും കൂടി, ഇങ്ങനെ ഒരു മാല ഉണ്ടാക്കി കഴിഞ്ഞാൽ കമ്മലും കൂടി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത്. ഇതിപ്പോൾ ഇത്ര ഇറക്കം വേണമെങ്കിൽ ഒരെണ്ണവും കൂടെ നമുക്ക്, ഇതിപ്പോൾ 4 കണ്ട ഇവിടെ 1 2 3 4 4 4 റിങ്ങിലാണ് നമ്മൾ ഈ 5 ഗുങ്കുരു വീതം കോർത്തേക്കുന്നത്. ഇനി ഇത്ര ഇറക്കം വേണമെങ്കിൽ നമുക്ക് ഇത്രയും കൂടെ ഇറക്കി ഉണ്ടാക്കാം. അപ്പോൾ അതേപോലെ ഇങ്ങനെ നമുക്ക് ഓണത്തിന് ഒരു മാല ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഈ ബാക്ക് ചെയിൻ മറ്റേ കുഞ്ചലം അത് ഞാനെടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ മാല റെഡിയായി. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമ്മൾ ഇട്ടേക്കണത് ഇങ്ങനത്തെ ഒരു ചെയിനാണ് ഇട്ടേക്കണത്, കുഞ്ചല ഉണ്ടാ. ഇത് നമുക്കിങ്ങനെ ഈ ഫിഷ് കൊളുത്ത് കൊണ്ട് ഈ ഫിഷ് കൊളുത്ത് കണ്ട, ഈ ഫിഷ് കൊളുത്ത് ഇങ്ങനെ അകത്തി ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ചമർത്തിയാൽ ഇതിങ്ങനെ അകന്ന് വരും. അകന്ന് വരും കണ്ട. അതിൻ്റെ ഉള്ളിലേക്ക് ആ വട്ടക്കണ്ണി അങ്ങോട്ട് എടുത്തിടും. വട്ടക്കണ്ണി എടുത്തിട്ട് അതായത് അകന്ന് തന്നെ ആ വട്ടക്കണ്ണി അങ്ങോട്ട് അകത്തെടുത്തിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ തന്നെ ഗോൾഡൻ തന്നെ ഇടണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ഇടാം, അല്ലെങ്കിൽ സിൽവർ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം. നമുക്ക് ഓണത്തിന് ഒരു മാല ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും കാണുക, സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുക. നമ്മളിപ്പോൾ ഇത് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ല കാശ് കൊടുക്കണം നമുക്ക്. അപ്പം നമുക്ക് ഓണത്തിന് നമ്മുടെ മക്കൾക്ക് ഇതുണ്ടാക്കി കൊടുക്കാം. അപ്പം എല്ലാവരും ഇത് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒരു ലൈക്ക് അടിച്ചേക്കണേ.